ഹായ് ഓൾ ഇതൊരു 1 മീറ്ററുള്ള തുണിയാണ്. കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് 1 മീറ്ററുള്ളൂ ആകെ. അതുകൊണ്ട് നമുക്കൊരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് കുറച്ച് ലോങ് ആയിട്ടുള്ളത് ഇങ്ങനെ അടിക്കാൻ നോക്കാം. ഇത് 2 ഫോൾഡ് ചെയ്തതാണ്. ഇങ്ങനെ മാക്സിക്കൊക്കെ നമ്മൾ മടക്കില്ല അതേപോലെ മടക്കിയതാണ്. ഫ്രണ്ട് പാർട്ടിനുള്ളതാണിത് 11 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിന് തന്നെ നമ്മൾ കയ്യിനുള്ളത് മുറിച്ചെടുക്കും ഒരു 17 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ നീളം 17 ഇക്കാരം, വീതി വരുന്നത് 21 വരുന്നതാണിത്. അത് നമ്മൾ ഫ്രില്ലിട്ടുകൊണ്ട് കൊടുക്കാൻ ഫ്രണ്ട് പീസിൽ ജോയിൻ ചെയ്തുകൊണ്ട് കൊടുക്കാനുള്ളതാണ്. അതൊരു 29.5 മീറ്റർ ഉണ്ട്. ഇത് 1 മീറ്ററിൻ്റെ തുണിയാണ്. ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് വെട്ടിയതാണ്. 11 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിങ്ങനെ ടു ഫോൾഡ് ചെയ്തതാണ്. ഇതിങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 17 സെൻറ്റിമീറ്റർ നമ്മൾ കയ്യിന് വേണ്ടിയിട്ട് എടുത്തത്. ഇത് ഇവിടെ മാറ്റി വെക്കുക. കട്ട് ചെയ്തത് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിക്കണം. എന്നിട്ട് ഇത് രണ്ടും ഒപ്പം വെച്ചിട്ട് നമ്മളിങ്ങനെ സെൻറ്റർ മടക്കി കൊടുക്കുക. സെൻറ്റർ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നീളം നമ്മൾ കഴുത്തിൻ്റെ നീളം 4 മാർക്ക് ചെയ്യുക. കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ ഇവിടുന്ന് ഒരു 7.5 ഒരു 8 കൊടുക്കുക. 7.5 ആണ് അടയാളപ്പെടുത്തുക. ചെസ്റ്റ് റൗണ്ട് ഒരു 10 ആണ്. അപ്പം 10 മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ 10ൻ്റെ ഇവിടുന്നാണ് നമ്മൾ ഈ 10 അപ്പോൾ നമ്മൾ ഈ 10 മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ അതും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 1.5 കൊടുത്തിട്ട് ഇതിങ്ങനെ വരച്ചു കൊടുക്കുക. കഴുത്തിൻ്റെ നീളം എടുത്തു. അപ്പം ഞാൻ കഴുത്തിൻ്റെ നെക്ക് വെട്ടാനുള്ളതിൻ്റെ വീതി 4 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വെട്ടിക്കൊടുക്കുക. അതിനനുസരിച്ചുള്ളത് നമ്മൾ വരക്കുക. ഞാൻ റൗണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് കഴുത്തിൻ്റെ ആണ്. നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വെട്ടുകയാണ്. നമ്മൾ ഈ വരച്ച ഇതിന്മേ കൂടെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക. വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിൽ നിന്നൊരു തുണി മാറ്റി വെക്കുക. ഇത് നമുക്ക് ബാക്കിനുള്ളതാണ്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ കഴുത്ത് വെട്ടി കൊടുക്കുക. അപ്പം നമ്മളെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിക്കണ്. ഇങ്ങനെ ഇക്കാരം. ഇനി നമ്മൾ ബാക്ക് പാർട്ടിനുള്ളതാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊപ്പം വെച്ച് കൊടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിൻ്റെ നീളം കഴുത്തിൻ്റെ നീളം നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ 4 എടുത്തിട്ടില്ലേ ഫ്രണ്ട്. അപ്പോൾ ഇതൊരു 2 2.5 ഒക്കെ എടുത്താൽ മതി. ഞാനൊരു 2.5 എടുത്തിക്കണ്. നമ്മളിത് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്തായിരിക്കും 1.5 എടുത്തിട്ട് ഇതിനിങ്ങനെ ഒരു റാ പോലെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് വെട്ടി കൊടുക്കുക. ഇത് അതിൻ്റെ അളവിനാട്ടോ അടിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ട് റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കുക. ഇത് നമ്മളെ കയ്യിൽ വെട്ടിക്കാണ്ട് ഇതിൻ്റെ സെൻറ്റർ വെട്ടി കൊടുക്കുക. 2 കയ്യിനുള്ളത് നമ്മളിത് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ്.
ഇതിൻ്റെ വിടുത്താണ്, ഇതിങ്ങനെ വരുന്നത് ഇതിൻ്റെ വിടുത്ത്. ഇതാണ് നമ്മളെ നീളം വരുന്നത്, ഇത്രയും ഇങ്ങനെ. നമ്മളിതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. എല്ലാവരും ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അളവെടുത്തുകൊണ്ട് ആ കൈയിൻ്റെ നമ്മൾ വെട്ടിൻ്റെ പാകത്തിന് ഇങ്ങനെ വെട്ടി കൊടുക്കും. ഞാൻ അങ്ങനെ വെട്ടാതെയാണ് ഇത് അടിക്കണത്, എനിക്ക് അങ്ങനെയാണ് ഒന്നും കൂടെ സുഖം തോന്നൽ. അപ്പം കൈയിൻ്റെ പീസ് റെഡിയായി. ഇത്രയും അതേപോലെ ആ സൈഡിലും അത്ര, ഈ പോർഷനിൽ നമുക്ക് ഫ്രില്ലിടാൻ കിട്ടുള്ളൂ. ഇത്ര മതി. ഇനി നമ്മൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഫ്രില്ല് കൊടുക്കാനുള്ള തുണി നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പീസും ഇത് കയ്യിനുള്ളതും ഇത് ഫ്രില്ല് കൊടുക്കാനുള്ളതും. അപ്പോൾ നമ്മൾ പീസസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ക്രോസ് പീസാണ്, നമ്മൾ നെക്കിന് വെക്കാൻ വേണ്ടിയിട്ട് വെട്ടിയതാണ്. ഇത് ഫ്രണ്ടിനും ബാക്കിനും അങ്ങനെ 2 പീസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ഇതിന്മേൽ വെക്കാന്ന് ചോദിച്ചാൽ, ഇത് ഫ്രണ്ട് പീസിനാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. ഇതെങ്ങനെ വെക്കുക ചോദിച്ചാൽ, ഇത് ഈ പീസിനെ സെൻറ്റർ മടക്കി കൊടുക്കുക ഇങ്ങനെ. ഇനിയിപ്പോൾ ഇത് മടങ്ങി നിൽക്കണില്ലെങ്കിൽ നമുക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ശരിക്കും നിൽക്കും. ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് അടിക്കുന്നത്. ഉള്ളിൽ വെച്ച് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ ഫ്രണ്ടിക്ക് വരും. ഈ സംഭവം ഫ്രണ്ടിക്കായി നിൽക്കും. ഇതിപ്പം സെയിം പീസല്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിക്കാക്കിയാണ്ടാണ് അടിക്കുന്നത്, പുറത്തേക്ക് വരുന്ന രീതിയിലല്ല. അപ്പം നമ്മൾ നല്ല ഭാഗത്ത് ഈ ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അടിക്കുക, ഇങ്ങനെ ഇക്കാരം. എന്നുവെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ നൂല് പെടാതെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. നൂലുമ്പോൾ തട്ടാതെ നമ്മളിങ്ങനെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. ഈ ബാക്കി വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയാണ്ട് ഇതുണ്ടോ ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ഇത് ഇങ്ങനെയാണ് വരിക. ഇത് ബാക്ക് പീസാണ്. നമ്മൾ ഫ്രണ്ട് പീസ് അടിച്ച അതേപോലെ ഇങ്ങനെ ക്രോസ് പീസ് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതാ 2 ഫ്രണ്ടും ബാക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഈ നല്ല ഭാഗവും വെക്കുക. എന്നിട്ട് ഈ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഷോൾഡർ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട്. ഇനി നമുക്ക് കൈ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ കൈയാണ് വെക്കുന്നത്. ഇത് നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിരിക്കുന്ന കൈയിന് അത് ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇനി വെച്ച് കൊടുക്കുമ്പം ഇതൊരു ഇത്ര കൂടുതലുണ്ട്. അപ്പം നമുക്കത് ഇവിടെ ഫ്രില്ലാക്കിയാണ്ട് 2 ഞൊറി ഇട്ട് കൊടുക്കാം. ഇത് ഈ സെൻറ്റർ പാർട്ടിൽ കറക്റ്റാക്കി വെക്കുക. നമ്മളിവിടെ സെൻറ്റർ അടയാളപ്പെടുത്തിയത് ഇതിവിടെ ഒരു 2 ഞൊറിയൊക്കെ ഇടാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഒരു 2 ഞൊറി ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇത്ര ഞൊറിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ കാര്യം നമ്മുടെ കൈ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ കൈയും പാടെ അടിച്ചെടുക്കാം.
നമ്മൾ 2 കൈ അടിച്ചു. എന്നിട്ട് കൈയിൻ്റെ അടി ഇങ്ങനെ മടക്കിയിട്ട് 2 കൈൻ്റെ ഇതേപോലെ മടക്കിയാണ്ട് അടിച്ചെടുക്കുക. ഇത് രണ്ടാമത്തെയാണ്. അതും നമ്മൾ മറ്റേതുപോലെ തന്നെ അടിഭാഗം ഇതേപോലെ മടക്കി അടിച്ചെടുക്കുക. അപ്പം ഇതാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ. ഇത് കയ്യുമാണ്. നമ്മൾ കയ്യിൽ ഇത് 15.2 സെൻറ്റിമീറ്റർ ഉണ്ട്. നമ്മൾ ഇതിന് നൂൽ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 4 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്താം. അതേപോലെ ഇപ്പുറത്തെ കയ്യിലും 4 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്താം. ഇതാണ് നൂൽ ഇലാസ്റ്റിക് എന്ന സാധനം. അത് നമ്മൾ ബോബിനിൽ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റിയെടുക്കുക. 2 കൈനല്ല, അപ്പോൾ ഇത് ഇത്ര മതിയാവും. നമ്മൾ ഈ കേസ് ഊരിയെടുത്തിട്ട് ഇത് ഇതിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ വരച്ചിലെ കയ്യിന്ന് അതിനെ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇക്കാരത് ഇതേപോലെ മറ്റേ കൈ അടിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പാർട്ടിൽ ഇത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലാണ് സെൻറ്റർ അത് ഈ പീസില്ലേ അതിൻ്റെ സെൻറ്റർ ഇതിൽ ജോയിൻ ഇങ്ങനെ വെക്കുക. അതവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഇത്രയും ഭാഗം നമുക്കിതിൽ ഫ്രില്ലാക്കിയാണ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞൊറിഞ്ഞ് കൊടുക്കുക. അപ്പം നമ്മളിതൊക്കെ ഞൊറി കൊടുത്താണ്ട് എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, അങ്ങനെയാണ് ഫ്രണ്ട് പാർട്ട്. ഇതേപോലെ ഈ പാർട്ടിലും അടിച്ചു കൊടുക്കുക. നമ്മൾ 2 ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് 2 സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ അടിച്ച് ജോയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തൊക്കെ സെറ്റാക്കി എടുത്തു. ഇനി നമ്മൾ അടി മടക്കി അടിക്കുകയാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സൈഡ് എടുത്തുകൊണ്ട് ഇതേപോലെ മടക്കി എടുക്കുക. ഇങ്ങനെ 2 മടക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. ഇത് മീറ്ററിന് 80 രൂപ വരുന്ന തുണിയാണ്. ഇതിനാകെ ചിലവ് അറിയണത് 80 രൂപയാണ്. 1 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസായി വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യണേ.